അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി പുഴമീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ നമ്മൾ ഇനി വീഡിയോസ് ഇറക്കുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഒരു 1/2 കിലോ പുഴമീൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3 മുളകും, പിന്നെ ഒരു 3 കൊടംപുളി. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികളും പച്ചമുളകും മീനിലേക്ക് നല്ലപോലെ ഒന്ന് പുരട്ടി പിടിപ്പിക്കാം. ഇപ്പം നന്നായി നമ്മൾ പുരട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കൊടംപുളി ഇട്ട് കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കഴിയുമ്പം ഒന്ന് നന്നായി ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതാ ഇപ്പം വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ 1 മുറി തേങ്ങയുടെ പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളകും ഉലുവയും കരിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അത് നമ്മുടെ മീൻ കറിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതോടെ നമ്മുടെ പുഴമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോ ഇറക്കുമ്പം നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.